ഉപതെരഞ്ഞെടുപ്പിനായി പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ഒരുങ്ങുമ്പോൾ പാലക്കാട് യുഡിഎഫിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ ഏതാണ്ട് ഉറപ്പിച്ചതാണ് സിനിമാ താരം രമേഷ് പിഷാരടിയാകും പാലക്കാട് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എത്തുകയെന്ന്. കാരണം പാലക്കാട് സ്വദേശി കൂടിയാണ് പിഷാരടി. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന പിഷാരടിക്ക് തന്നെ ലഭിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചരണത്തിൽ സജീവമായിരുന്നു രമേഷ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലടക്കം പിഷാരടി പങ്കെടുക്കുകയും ചെയ്തു. ഷാഫി പറമ്പിലിന്റെയും കെ രാധാകൃഷ്ണന്റെയും ഒഴിവിലാണ് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത്. ഇപ്പോഴാണ് നടൻ രമേഷ് പിഷാരടിയായിരിക്കും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്തകളൊക്കെ പുറത്തുവരുന്നത്. എന്നാൽ ഈ വാർത്ത സത്യമല്ല എന്ന് താരം തന്നെ തുറന്നു പറയുകയാണ്. മത്സരരംഗത്തേക്ക് ഉടൻ ഇല്ലെന്നും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ലെന്നുമാണ് രമേഷ് പിഷാരടി പറയുന്നത്. രമേഷ് പിഷാരടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പങ്കുവയ്ക്കുന്നതും. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനെയില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി യുഡിഎഫിനൊപ്പമുണ്ടാകും. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ച സാഹചര്യത്തിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിച്ചേക്കണമെന്ന ചർച്ച കോൺഗ്രസിലുണ്ട്. ചേലക്കര മണ്ഡപത്തിൽ 5000-ഓളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് രാധാകൃഷ്ണനുണ്ടായത്. മാത്രമല്ല, മന്ത്രിയുടെ വാർഡിൽ മുന്നിലെത്താൻ രമ്യയ്ക്ക് സാധിച്ചിരുന്നു. ഇതെല്ലാം അനുകൂല ഘടകമെന്ന് തന്നെയാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ അതേ വർഷം തന്നെ ആലപ്പുഴയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. അത്തരമൊരു ചരിത്രമുണ്ടെന്നിരിക്കവെയാണ് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യയെ ധൈര്യമായി തന്നെ ചേലക്കരയിൽ മത്സരിപ്പിക്കാമെന്ന നേതാക്കൾ തന്നെ പറയുന്നത്. അതേസമയം പാലക്കാട് DCCക്ക് രമ്യയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം നേതൃത്വം നൽകിയ നിർദ്ദേശം രമ്യ പരിഗണിക്കാതിരുന്നതാണെന്ന ആക്ഷേപവും DCC അധ്യക്ഷൻ ഉന്നയിച്ചു. ഈ സാഹചര്യത്തിൽ മറ്റൊരു നേതാവിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് തന്നെ നേതൃത്വം പറയുകയാണ്. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കാൻ തന്നെയാണ് BJP ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ മികച്ച പ്രകടനമാണ് ശോഭയെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കാൻ BJP നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത്. തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJPയുടെ പ്രതീക്ഷയ്ക്കപ്പുറം 11.08% വോട്ട് വിഹിതമാണ് ശോഭ വർദ്ധിപ്പിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ശോഭാ സുരേന്ദ്രൻ വൻതോതിൽ തന്നെ BJPയുടെ വോട്ട് വിഹിതമൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു. ലോക്സഭയിൽ മത്സരിച്ച C കൃഷ്ണകുമാർ, സന്ദീപ് വാര്യർ എന്നിവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിച്ചത് ആറ്റിങ്ങലായിരുന്നു. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിലടക്കം വർധനവുണ്ടായി. മുൻ തെരഞ്ഞെടുപ്പിൽ ഗിരിജകുമാരി നേടിയ 90,528 വോട്ടുകൾ ശോഭ 2,48,081 വോട്ടായി ഉയർത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KC രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലെത്തിച്ചു. NDAക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ തന്നെയാണ് ശോഭ വോട്ട് വിഹിതം പോലും 17.24% നിന്നും 28.3% ഉയർത്തിയത്. പാലക്കാടും ശോഭയ്ക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ BJP സ്ഥാനാർത്ഥിയെ ശോഭാ സുരേന്ദ്രൻ നിൽക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.